നിങ്ങളത് കാണുന്നില്ല, അറിയുന്നില്ല. എൻ്റെ റബ്ബെന്നെ ഭക്ഷിപ്പിക്കുന്നുണ്ട്, എൻ്റെ റബ്ബെന്നെ കുടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു നിലക്കും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു കേവല സാധാരണ മനുഷ്യനല്ല. ഈ 3 റിപ്പോർട്ടുകളും സഹീഹുൽ ബുഖാരിയിലുള്ളതാണ് കേട്ടോ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം അതേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമീപത്ത് വരുന്നു. വഫാത്തിൻ്റെ സമയം ഏകദേശമായിട്ടുണ്ടെന്ന വിവരം പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നബിയെ, തങ്ങളുടെ ഇഷ്ടമെന്താണെന്ന് പറയൂ. ഇവിടെ തന്നെ തുടർന്ന് ജീവിക്കണമെന്നാണോ തങ്ങളെ താല്പര്യം, അതല്ല പടച്ച റബ്ബിലേക്ക് പോകണമെന്നാണോ ചോദിക്കുന്നു. ഇതൊരു സാധാരണ മനുഷ്യന്റെ മരണത്തിന് സംഭവിക്കൂല. നമ്മളാരും മരിക്കുമ്പോൾ ഇപ്പൊ മരിക്കുന്നോ ഇല്ലേന്ന് ചോദിക്കൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് ചോദിക്കുന്നു. മലക്കുൽ മൗത്ത് വരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ചോദിക്കുന്നു, തങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്നു അല്ല വഫാത്താകുന്നു? പറയാനുള്ളത് മുഴുവനും പറഞ്ഞു, ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തു, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു. പക്ഷേ അത് പല വിധത്തിലാണ് കേട്ടോ. ഇപ്പോഴതൊന്നും പറയാൻ സമയമില്ല. ചിലത് വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ചിലത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മഹാന്മാരായ സഹാബത്ത് ഭരണാധികാരിയായി നിശ്ചയിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം. എന്തുകൊണ്ട്? വെറുതെ അങ്ങ് നിശ്ചയിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ വ്യക്തമായി പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞിട്ട് എൻ്റെ ശേഷം അബൂബക്കർ റളിയല്ലാഹു ഭരണാധികാരി ആകട്ടെ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിപ്പിച്ചത് അവിടുത്തേക്ക് രോഗമായപ്പോൾ അവിടുന്ന് മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഇമാമത്തിന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിക്കൊണ്ട്, എനിക്ക് കഴിയാതിരിക്കുമ്പോൾ ഞാനില്ലാത്ത സമയത്ത് മുന്നിൽ ഉണ്ടാകേണ്ടത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഇമാമത്ത് നിർത്തിയിട്ട് അതിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കിയെടുക്കുകയാണ് സഹാബത്ത്. അങ്ങനെയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തി നിസ്കരിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. സഹാബത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി നിശ്ചയിച്ചു. തർക്കം നടക്കാണ്, മുസ്ലിമീങ്ങൾ ഭിന്നിക്കുകയാണ്. എന്തിന്? ലോകാടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഇല്ല, പല സ്ഥലത്തും. എന്തിന്? ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആദ്യം ഭരണാധികാരിയാകേണ്ടത് എന്ന് ഒരു ചർച്ച. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ആ ചർച്ച കൊണ്ട് മുസ്ലിം സമുദായത്തിന് ഗുണം? അങ്ങനെ ഒരു തർക്കം കൊണ്ട് 1400 കൊല്ലം മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത് എന്ന് ഇപ്പം ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ രൂക്ഷമായ ഭിന്നത നിലനിൽക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബേ, മുസ്ലിങ്ങൾക്ക് നിന്റെ കാവൽ നൽകണേ അല്ലാ. മുസ്ലിമീങ്ങളെ മനസ്സുകൾ യോജിപ്പിക്കണേ അല്ലാ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണരംഗത്ത് ആദ്യമായി അവരോധിക്കണം എന്നതടക്കം സർവ്വ വിഷയങ്ങളും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അതാ പറയുന്നു, മഹോന്നതനായ റബ്ബിലേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തതിന് ശേഷമാണ് മലക്കുൽ മൗത്ത് അവിടുത്തെ റൂഹ് പിടിക്കുന്നത്. സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെ മരിക്കുകയല്ല. എന്നാലും അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്കുണ്ടോ സമയം നീട്ടിക്കിട്ടുന്നു?
നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് മരിക്കും മനുഷ്യൻ. സ്ഥലം മാറൂല. നിശ്ചയിച്ച സ്ഥലത്ത് മരിക്കാൻ വേണ്ടി മനുഷ്യൻ എത്തിച്ചേരും. ഓ സഹോദരന്മാരെ, നമ്മുടെ അയ്യൂബ് ഖാൻ സഅദി ജാമിയ സഅദിയുടെ പ്രചരണത്തിന് കൊടകിലേക്ക് വഅദ് പറയാൻ പോകുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാമല്ലോ, പോകുന്ന സമയത്ത് ആക്സിഡൻ്റായി മരിച്ചു. റബ്ബേ, ഞങ്ങൾ ആരെല്ലാം അപകടത്തിലും അല്ലാതെയും മരിച്ചവരുണ്ടോ അവരുടെ എല്ലാം ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, നിശ്ചയിച്ച സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് മരിക്കാതിരിക്കൂല. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിസിനസ് നടത്താനുള്ള നല്ല ചാൻസ് കിട്ടിയിട്ട് ബിസിനസ് നടത്താതെ കിടന്നുറങ്ങിയിട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അവനെ എല്ലാ നിലക്കും ആക്ഷേപർഹനല്ലേ. തൊഴിൽ കിട്ടിയിട്ട് തൊഴിലിന് പോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് തൊഴിൽ നഷ്ടപ്പെടുത്തിയവൻ, അവൻ നഷ്ടപ്പെട്ടവനല്ലേ. ഇത് നമ്മുടെ ദുന്യാവിൻ്റെ വിഷയത്തിൽ നമുക്ക് ബോധമുള്ളത് കൊണ്ടല്ലേ കൃത്യമായി ഡ്യൂട്ടിക്ക് പോകുന്നത്. ഞാൻ പല റൂമിലും കയറി നോക്കി. അപ്പോൾ പല സ്ഥലത്തും ക്ലോക്ക് നോക്കുമ്പോൾ തെറ്റാ. 10 മണിക്ക് നോക്കുമ്പോൾ 10:30 മണി 10:20 ക്ലോക്കും വരെ. ഇതെന്താണ് പഠിച്ചവനെ ഇവിടെ ഇങ്ങനെ തെറ്റ്? അപ്പോൾ നോക്കുമ്പോൾ അത് ഉറക്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ സമയം കുറേ ആയി എന്നൊരു തോന്നൽ കിട്ടിയിട്ടെങ്കിലും ഡ്യൂട്ടിക്ക് കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ് എന്നാണ് പിന്നെ അറിയാൻ സാധിച്ചത്. ഈ എത്ര ശ്രദ്ധ ഉണ്ട് നമുക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ഡ്യൂട്ടി പോയി പോകുന്നതിന്, നമ്മളുടെ ദുന്യാവ് പോയി പോകുന്നതിന് എന്താ ശ്രദ്ധ, എത്രയോ സൂക്ഷ്മത. അതുകൊണ്ട് ക്ലോക്ക് വരെ മാറ്റി വെച്ചിരിക്കുക. എന്നാ സുഹൃത്തുക്കളെ, ഈ ദുന്യാവിലെ ജോലി അങ്ങ് പോയാൽ, ഈ ദുന്യാവിലെ ബിസിനസ് അങ്ങ് പോയാൽ അതിൻ്റെ നഷ്ടം പരിഹരിക്കൂലേ? അതേ, മരണത്തോടെ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയവും ദുന്യാവിലില്ല. മരണത്തോടെ എല്ലാം പരിഹരിച്ചു പോയി. ഏത് രോഗമുള്ളവൻ്റെ രോഗത്തിൻ്റെ പ്രശ്നവും പരിഹരിച്ചു പോയി. ദാരിദ്ര്യമുള്ളവൻ്റെ ദാരിദ്ര്യം പരിഹരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എല്ലാ പ്രശ്നവും മരണത്തോടെ ദുന്യാവിൻ്റെ പ്രശ്നം പരിഹരിച്ചു പോയി. എല്ലാ മുതലാളിയും എല്ലാ രാജാവും പോയി കിടക്കുന്നത് മണ്ണിലാണ്. കിടക്കയില്ല, തലയണിയില്ല, ഫാനില്ല, എയർ കണ്ടീഷനില്ല. ഒരല്പസമയം പുറത്തു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് AC ഉള്ള സ്ഥലത്ത് കയറിയിരിക്കുകയാണ് നാം. ചോദിക്കട്ടെ, ഈ ചുട്ടുപഴുക്കുന്ന മണല്, ഈ ചുട്ടുപഴുക്കുന്ന മണ്ണ്, ആ മണ്ണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ദ്വാരം പോലും കാറ്റ് കിടക്കാനില്ലാതെ ഖബറിൽ പോയി നമുക്ക് കിടക്കേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്. എന്താണ് സുഹൃത്തുക്കളെ വാച്ച്? ആ വാച്ച് വളരെ വലിയ വിലക്കുള്ളതാകാതിരിക്കുമ്പോൾ മനസ്സിനൊരു പ്രശ്നം. തുണിയും കുപ്പായവുമൊക്കെ അതേ നല്ല വില പിടിച്ചതാകാതിരിക്കുമ്പോൾ മനസ്സിനൊരു പ്രയാസം. ഇരിക്കട്ടെ, ഇപ്പോൾ അതിൻ്റെ മസലകളിലേക്ക് കടക്കുന്നില്ല. പടച്ച റബ്ബ് ഒരാൾക്ക് നിഅമത്ത് ചെയ്താൽ ആ നിഅമത്ത് ലോകത്ത് കാണുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ കീറിപ്പാറിയ തുണിയുമുടുത്ത് നടക്കണ്ട, നല്ലത് തന്നെ അവർ ധരിച്ചു കൊള്ളട്ടെ. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് വസ്ത്രം ധരിക്കട്ടെ. പക്ഷേ അനാവശ്യം ചെലവഴിക്കണ്ട, അനാവശ്യം ഒരു നയാകാശം നശിപ്പിക്കണ്ട. ആവശ്യത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും നിലവാരമനുസരിച്ചും വീടുണ്ടാക്കാം, വസ്ത്രം ധരിക്കാം, വാച്ച് കെട്ടാം, കണ്ണട വാങ്ങാം. അതേ, വെള്ളിയുടെ ഒരു മോതിരം
ചെറുവിരലിന് ധരിക്കാം. ഒന്നിലധികം മോതിരം ധരിക്കുന്നത് തെറ്റാണ്. ചെറുവിരൽ അല്ലാത്തതിന് ധരിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് ചെറുവിരലിനൊരു മോതിരം ധരിക്കാം, വെള്ളിയുടെ മോതിരം. കുറേ മോതിരം വിരലിനിട്ടാൽ ഔലിയാവൂന്ന് വിചാരിക്കുന്ന ചില ജാഹിലീങ്ങളുണ്ട്. അത്തരം ജാഹിലീങ്ങളിൽ നിങ്ങൾ പെട്ടുപോകണ്ട. ഒരേ ഒരു മോതിരം മാത്രമാണ് ലോകത്തുള്ള എല്ലാ ഔലിയാക്കൾക്കും എല്ലാ അമ്പിയാക്കൾക്കും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുവിരലിനൊരു മോതിരം മാത്രമാണ് വെള്ളിയുടേത് ധരിച്ചിട്ടുള്ളത്. അത് ഇടത്തെ ചെറുവിരലിനുമാകാം, വലത്തെ ചെറുവിരലിനുമാകാം. വലത്തെ ചെറുവിരലിനാണ് കൂടുതൽ നല്ലത്. അതിലധികം മോതിരം ധരിക്കേണ്ട. ഹറാമാണോ അല്ല ഹറാമല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഒന്നിലധികം വെള്ളി മോതിരം പുരുഷന്മാർക്ക് ഹറാമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറുവിരൽ അല്ലാത്ത വിരലിന് വെള്ളി മോതിരം ധരിക്കുന്നത് കറാഹത്താണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇമാം മദ്റഈ ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളി മോതിരം തന്നെ ചെറുവിരലിന് മാത്രമേ ധരിക്കേണ്ടതുള്ളൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മോതിരം നിങ്ങൾക്ക് വെള്ളി മോതിരം ധരിക്കാം. പൊന്നിന്റെ മോതിരം പുരുഷന്മാർക്ക് ഹറാമാണ്. പൊന്നിന്റെ ചെയിന് പുരുഷന്മാർക്ക് ഹറാമാണ്. അത് കസ്റ്റംസിൽ വെച്ച് അത് ആ ഡ്യൂട്ടി കൊടുക്കാതെ കൊണ്ടുപോകാനാണെങ്കിലും നിങ്ങൾ കഴുത്തിലിട്ടിട്ട് പൊന്ന് കൊണ്ടുപോകുന്നത് ഹറാമാണ്. ഒരിക്കലും സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഹലാലല്ല. ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി. ഒരു കയ്യിൽ പട്ടും മറ്റേ കയ്യിൽ സ്വർണവും കയ്യിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്, എൻ്റെ ഉമ്മത്തിലുള്ള പുരുഷന്മാർക്ക് ഇത് രണ്ടും ഹറാമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അതേ, നമുക്ക് സ്വർണത്തിന്റെ മോതിരം പറ്റില്ല, വെള്ളിയുടെ മോതിരം ഒന്ന് ചെറുവിരലിന് സുന്നത്താണ്. എന്നാൽ അത്തരത്തിലുള്ള പല വിഷയങ്ങളും മസലകളിലേക്ക് കടന്നാൽ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏത് വസ്ത്രം ധരിച്ച മനുഷ്യനും മരണത്തോടെ അവന്റെ വസ്ത്രം ഊരിവെക്കണമെന്നല്ലേ? മരിക്കുമ്പോഴുള്ള വസ്ത്രങ്ങൾ ഊരിവെക്കണമെന്നല്ലേ? എന്നിട്ടൊരു നേരിയ വെള്ളത്തുണി കൊണ്ട് ശരീരത്തിന്റെ കളറ് കാണാത്ത ഒരു നേരിയ വെള്ളത്തുണി കൊണ്ട് ശരീരം മുഴുക്കി പൊതച്ചു വെക്കണമെന്നല്ലേ നിയമം? അതേ, ഇതുവരെ നീ ധരിച്ച എല്ലാ ഡീസന്റുള്ള വസ്ത്രങ്ങളും ഊരിവെച്ചു പോയി. മോതിരം ഊരിപ്പോയി, നിന്റെ വാച്ച് ഊരിവെച്ചുപോയി. എൻ്റെ പാവപ്പെട്ട ഉമ്മ, പടച്ചറബേ, ഞങ്ങളെ പോറ്റി വളർത്തി, ഞങ്ങളെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് മദ്രസയിലും സ്കൂളിലും പറഞ്ഞേച്ച ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങളെ തിരിച്ച ഉമ്മമാര്, വഴിയിൽ കിടത്തി ഞങ്ങൾക്ക് മുലയൂട്ടി തന്ന ഉമ്മമാര്, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാര് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ ബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ ജീവിതത്തിൽ സ്നേഹിച്ചവരാരാണോ, ഞങ്ങളെ സദസ്സുകളിൽ ഇൽമിന്റെ സദസ്സ് എന്ന നിലക്ക് പങ്കെടുത്തവരാരാണോ, ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചതാരാണോ, അവരെല്ലാവരെയും മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഉമ്മയുടെ സ്വർണം മുറിച്ചെടുത്തത് ഞാൻ ഓർക്കുന്നു. അതേ, ബാപ്പയുടെ കയ്യിലൊരു വെള്ളി മോതിരമുണ്ടായിരുന്നു. ഞാൻ ബാപ്പയുടെ ജീവിതകാലത്ത് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ചെറിയൊരു തൗഫീഖ് തന്നിരുന്നു. ബാപ്പയുടെ ഖിദ്മത്തിന് വേണ്ടി ബാപ്പ രാത്രിയിൽ എഴുന്നേറ്റ് ഒരു സമയത്ത് ബാപ്പക്ക് മൂത്രമൊഴിക്കണം, രോഗമായി കിടക്കുകയാണ്. അതിന് കൈയൊന്ന് പിടിച്ചു കൊടുക്കണം. അത് ഒറ്റ വിളിക്ക് തന്നെ ഉറക്ക് തെളിയണം. അങ്ങനെ ഒറ്റ വിളിക്ക് ഉറക്ക് തെളിഞ്ഞില്ലെങ്കിൽ ബാപ്പ കിടന്ന സ്ഥലത്ത് മൂത്രമൊഴിച്ചു പോകും. അതുകൊണ്ട് ഒറ്റ വിളിക്ക് ഉറക്ക് തെളിയണമെങ്കിൽ അങ്ങനെ തെളിയുന്ന ഒരാളായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത്.
അതിനാൽ ബാപ്പ എന്നോട് ചോദിച്ചു. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഉസ്താദ് വലിയൊരു ആത്മീയമായി വലിയ മഹത്വമുള്ളൊരു മഹാനായിരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടെ ദർസിൽ പോയി ചേരാൻ വേണ്ടി സമ്മതം ചോദിച്ച് ഉസ്താദിനോട് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബാപ്പ എന്നോട് ചോദിച്ചു, ഞാൻ രാത്രിയിൽ മൂത്രമൊഴിക്കണമെങ്കിൽ എൻ്റെ കൈ പിടിച്ചു തരാൻ നീ ഇവിടെ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ബാപ്പയോട് പറഞ്ഞു, ഞാൻ ദിവസേന ദർസിൽ പോയി മടങ്ങി വന്നോളാം, ഞാൻ ദർസിലേക്ക് പോയി മടങ്ങി വന്നോളാം. രാവിലെ 1 കിലോമീറ്റർ പേരോട് നിന്ന് തൂണേരിക്ക് നടക്കും, എന്നിട്ട് ബസ്സിന് കയറും. 6:15 ബസ്സിന് കയറും, അല്ലെ 6:05 6:10 ബസ് വരും. ആ ബസ്സിന് കയറി പെരിങ്ങത്തൂരിൽ പോയി ഇറങ്ങും. അവിടുന്ന് 2 കിലോമീറ്ററിലധികം പുല്ലൂക്കരയിലേക്ക് നടക്കും. അവിടെ ചെന്നിട്ട് ഉസ്താദിൻ്റെ കൂടെ ജലാലൈനി തഫ്സീറിൽ പങ്കെടുക്കും, അതുപോലെ അൽഫിയും ഫതുഹുൽ മുഈനിലൊക്കെ പങ്കെടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും 2.5 കിലോമീറ്ററോളം പെരിങ്ങത്തൂരിലേക്ക് നടക്കും. വീണ്ടും ബസ്സിൽ ഒരു 5-6 കിലോമീറ്റർ വരും. വീണ്ടും അവിടുന്ന് 1 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് പോകും. അങ്ങനെ 3 കൊല്ലത്തോളം പടച്ചറബിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ എൻ്റെ ബാപ്പയുടെ ഖിദ്മത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ദർസിൽ പഠിച്ചിരുന്നു. അല്ലാഹുവേ, നീ അത് ഖബൂൽ ചെയ്യണം റഹ്മാനെ. ബാപ്പയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ആ ബാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ ബാപ്പയോട് ഒരു ദിവസം ചോദിച്ചു, ബാപ്പയുടെ ഒരു ഓർമ്മയ്ക്ക് അവിടുത്തെ കയ്യിൽ ധരിച്ച വെള്ളിയുടെ മോതിരം അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് ബാപ്പ ആ മോതിരം തന്നു. ഞാൻ ബാപ്പയുടെ മരണശേഷം മറ്റുള്ള മക്കളോടും ഉമ്മയോടും പ്രത്യേകം ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് ആ മോതിരം ഇപ്പോഴും അതേ മോതിരത്തിൻ്റെ കല്ല് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ധരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാപ്പയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മോതിരം വാങ്ങുകയോ ഉണ്ടാക്കുകയോ ചെയ്ത ബാപ്പ ഇന്ന് മോതിരം ധരിക്കുന്നില്ല. ബാപ്പ ഉണ്ടാക്കി വെച്ച കട്ടിലിൽ ബാപ്പ കിടക്കുന്നില്ല. ബാപ്പ നിർമ്മിച്ച വീട്ടിൽ ബാപ്പ ഉറങ്ങുന്നില്ല. ഇതെല്ലാവരുടെയും അവസ്ഥയല്ലേ. നമ്മൾ നല്ല വീടുണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇവിടെ നമ്മൾ നല്ല ബിസിനസ്സുകൾ തുടങ്ങി വെച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ നല്ല വസ്ത്രം വാങ്ങി വെച്ചിട്ടില്ലേ? നല്ല കട്ടിൽ വാങ്ങി വെച്ചിട്ടില്ലേ? ഞാനും വീട് നിർമ്മിച്ചിട്ടില്ലേ? ചോദിക്കട്ടെ, നമുക്കവിടെ കാലകാലം കിടക്കാൻ കഴിയുമോ? വിശ്രമിക്കാൻ കഴിയുമോ? അവിടുത്തെ അടുക്കളയിലെ ഭക്ഷണം നമുക്കെന്നും കഴിക്കാൻ കഴിയുമോ? നമ്മളിവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയ പാത്രങ്ങളിൽ നിന്നും നമ്മൾ ഭക്ഷണം കഴിക്കുമോ? ഇല്ല, ഇല്ല. ഒരു ദിവസം എല്ലാം അഴിച്ചു വെച്ച് നമ്മളെ കട്ടിലിൽ കിടത്തുന്ന ഒരു ദിവസമുണ്ട്. അവിടുന്ന് എടുത്ത് മയ്യത്ത് കട്ടിലേക്ക് സ്ട്രെച്ചറിലേക്ക് മാറ്റുന്നൊരു ദിവസമുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ഇഞ്ചും നടക്കാൻ കഴിയാത്തത് കൊണ്ട് ദീർഘമായ കാലം കിടക്കേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മളെ വഹിച്ച് കൊണ്ടുപോകുന്നൊരു സമയമുണ്ട്. റബ്ബേ, നിന്റെ ദിക്റും ചൊല്ലി, നിന്റെ ദിക്റും ചൊല്ലി, അതേ നിന്നിലേക്ക് മനസ്സ് തിരിച്ച് തഖ്വയോടെ ഞങ്ങളുടെ മയ്യിത്ത് വഹിക്കുന്ന മുഅ്മിനീങ്ങളെ തരണേ അല്ലാഹ്. മയ്യത്തും കൊണ്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുന്യാവിന്റെ സംസാരം നടത്തി, അവിടെയും അതാ രാഷ്ട്രീയം പറഞ്ഞു, അവിടെയും ഗീബത്ത് പറഞ്ഞു, അവിടെയും ദുന്യാവിന്റെ ബിസിനസ് പറഞ്ഞു നടന്ന് അതാ ദിക്റ് കൈയൊഴിച്ചുകൊണ്ട് ദുന്യാവിന്റെ സംസാരവും നടത്തി ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുതേ അല്ലാഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തും കിടത്തി ശിഷ്യന്മാര് ഖുർആനോദി എന്ന് ഞങ്ങൾ ചരിത്രത്തിൽ കാണുന്നു. അതുപോലെ മഹാന്മാർക്ക് ലഭിച്ച ഭാഗ്യം റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മയ്യത്തിനും നീ നൽകണേ അല്ലാഹ്. ഖുർആൻ ഓദിക്കുന്ന മക്കളെയും അതുപോലെ ശിഷ്യന്മാരെയും ഖുർആൻ ഓതുന്ന സന്താനങ്ങളെയും ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, എല്ലാം അഴിച്ചു വെച്ചു പോയി, എല്ലാ ഷർട്ടും അഴിച്ചു വെച്ചുപോയി, എല്ലാ കോട്ടും അഴിച്ചു വെച്ചുപോയി, എല്ലാ വസ്ത്രവും അഴിച്ചു വെച്ചുപോയി. നമ്മളെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നൊരു രംഗമില്ലേ?
ഇന്ന് വരെ സ്വന്തം കുളിച്ച മനുഷ്യന് അവസാനത്തെ കുളി സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവര് നമ്മെ കുളിപ്പിക്കുകയാണ്. ആ കുളിപ്പിക്കൽ കഴിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് കിടത്തി അതേ മൂക്കിന് പരുത്തി വെച്ചുപോയി, കണ്ണിന് പരുത്തി വെച്ചുപോയി, കാതിന് പരുത്തി വെച്ചുപോയി, നെറ്റിത്തടത്തിന് പരുത്തി വെച്ചുപോയി, മുട്ടിന് പരുത്തി വെച്ചുപോയി, സുജൂദിന്റെ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചുപോയി. അതുപോലെ അതാ മൂക്കിലും കൺമൂക്കിലും അതുപോലെ തൊള്ളക്കും അതുപോലെ പല സ്ഥലത്തും പരുത്തി വെച്ചുപോയി. ആ പരുത്തി വെച്ചതിന് ശേഷം 3 കഷ്ണം തുണി കൊണ്ട് നമ്മളെ പൊതിയുന്നൊരു രംഗം വരാനില്ലേ? അവിടെ നിന്ന് മെല്ലെ എടുത്ത് കട്ടിലിൽ കിടത്തി കൊണ്ടുപോകുന്നൊരു രംഗം വരാനില്ലേ? ചോദിക്കട്ടെ, നല്ല ചാൻസുകൾ അല്ലാഹു തആല തന്നിട്ട് പരിശുദ്ധ റമദാൻ തന്നു. ദിവസം 17ഓളം കഴിഞ്ഞു. ഖുർആൻ എത്ര ഓതി എന്നോട് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ ഖുർആൻ കൂടുതലൊന്നും ഓതിയത് പറയാനില്ല. ദിക്ർ എത്ര ചൊല്ലി എന്ന് ചോദിച്ചാൽ കൂടുതൽ ദിക്റൊന്നും ചൊല്ലിയത് പറയാനില്ല. എത്ര നീ ധർമ്മം ചെയ്തു എന്ന് ചോദിച്ചാൽ കൂടുതൽ ധർമ്മം ചെയ്തത് പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്ര നല്ലൊരു ചാൻസ് ഇനി നമ്മളെ ജീവിതത്തിൽ കിട്ടുമോ ഇല്ലേ എന്നാർക്ക് പറയാൻ കഴിയും? പടച്ച റബ്ബേ, ഈ റമദാൻ കൊണ്ട് ഞങ്ങളെ ജീവിതം നീ അവസാനിപ്പിക്കരുത് അല്ലാ. ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അവസരം തരണേ അല്ലാ. യാത്രയേക്കാൻ അവസരം തരണേ അല്ലാ. റമദാനിന്റെ തുടക്കത്തിൽ നമ്മുടെ കൂടെയുള്ള സഅദി എവിടെ? നമ്മുടെ കൂടെയുള്ള അബൂബക്കർ ഹാജി എവിടെ? നമ്മുടെ കൂടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും പലരും എവിടെ? അവരൊക്കെയും നീങ്ങിപ്പോയി. അവരെ സമയം വന്നപ്പോ നമ്മളെ സമയം നമുക്കറിഞ്ഞുകൂടാ. വിളിക്കുമ്പോൾ പോകലല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ടോ മുഅ്മിനായ മനുഷ്യ, മഹാന്മാരായ ബദരീങ്ങൾ ജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. ശരീരവും സമ്പത്തും സമർപ്പിച്ചുകൊണ്ട് അവര് സ്വർഗം നേടി. അവരതിന് അവരുടെ പണം നന്നായി ചെലവഴിച്ചു, അവരുടെ ശരീരം നന്നായി അവരതിന് ചെലവഴിച്ചു. അവർ കൃത്യമായി നിസ്കരിച്ചു. ഒരു നിസ്കാരവും അവരുടെ ജീവിതത്തിൽ അവർ ഖളാക്കിയിട്ടില്ല. അതേ, ഒരു സുന്നത്തും അവർ കൈയൊഴിക്കാൻ പോയിട്ടില്ല. ഒരു ഹറാമും ചെയ്യാൻ അവർ തുനിഞ്ഞിട്ടില്ല. ആ നിലക്ക് അവരുടെ ജീവിതം സംശുദ്ധമാക്കി ജീവിച്ചു. അവർക്ക് സ്വർഗത്തിലേക്ക് മുൻകടക്കാനുള്ള ഭാഗ്യം നൽകുമ്പോൾ അവരെ സ്നേഹിക്കുന്ന നമുക്കും ബദരീങ്ങളുടെ കൂടെ ഉഹദീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയണം. സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്തുള്ള ഒരു വീട് പോലെയല്ല. ഈ ഭൂമി ലോകത്തുള്ള വീട് ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ട വീടാണ്. എത്ര തന്നെ ഭംഗിയിൽ നിങ്ങൾ ഏത് വീട് നിർമ്മിച്ചാലും ആ ഭംഗി ഒരല്പ ദിവസത്തും കൊണ്ട് നശിച്ചു പോകുന്നതാണ്. എല്ലാ നന്മകളും ഏത് കൊട്ടാരത്തിൻ്റെതും നശിച്ചു പോകുന്നതാണ്. ഇത്ര ഭംഗിയുള്ള മുഖങ്ങളും പ്രായമാകുമ്പോൾ കറുത്ത രോമം വെളുത്തു പോവുകയാണ്. തുടിച്ച മുഖം ചുളുങ്ങിപ്പോവുകയാണ്. ആകയാൽ ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള വീടുകൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അധികാരങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ഒന്നിനും നിലനിൽപ്പില്ല. തലേ ദിവസം വരെ ഭാര്യയുടെ കൂടെ കട്ടിലിൽ കിടന്നവൻ ഖബറിലേക്ക് ഒറ്റക്ക് പോവുകയാണ്. ഭാര്യ കൂടെ പോകുന്നില്ല. ഭാര്യ പോകുമ്പോൾ ഭർത്താവ് കൂടെ പോകുന്നില്ല. കൂടെ മടിയിലിരുത്തിയ മക്കളെ കാണുന്നില്ല. രാവിലെ വന്ന് മക്കളെ ചുംബിച്ചു വിട്ട ബാപ്പ വൈകുന്നേരം മരിച്ചു കഴിഞ്ഞപ്പോ ആ ചെറിയ മക്കൾ ബാപ്പയുടെ മയ്യത്തിന്റെ സമീപത്ത് വരുമ്പോ ചില ആളുകൾ പിടിച്ചു മാറ്റുകയാണ്. മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്ന് പറയുകയാണ്. നമ്മളെ മക്കൾക്ക് നമ്മളെ മുഖമൊന്ന് കാണാൻ അവകാശമില്ലേ? അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നുപോയി. പക്ഷേ ചെറിയ മക്കൾക്ക്, അല്ലാത്ത മക്കൾക്ക് ബാപ്പയെ കാണുന്നതിന് തടസ്സം ചെയ്യേണ്ടതില്ല. മയ്യത്ത് കാണൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല.
മയ്യിത്ത് നോക്കൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല. അതുകൊണ്ട് അതിനു വേണ്ടി ആരും തിരക്ക് കൂട്ടേണ്ടതുമില്ല. ഒരു ആക്സിഡൻ്റായി മരിച്ച മയ്യിത്ത് നാട്ടിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നാൽ, ഒരു മിനിറ്റെങ്കിലും മുമ്പേ മറമാടണമെന്ന് കുടുംബവും അതുപോലെ ആ മയ്യിത്ത് കൈകാര്യം ചെയ്യുന്നവരും ചിന്തിക്കുമ്പോൾ, മരിച്ച വീട്ടിൽ വെച്ച് മസിലി പിടിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, ഒന്ന് കാണിക്കാതെ വിടൂല എന്ന് പറയുന്നവരുണ്ട്. വിവരക്കേടാണ് കേട്ടോ. മയ്യിത്ത് പ്രത്യേകം നോക്കൽ സുന്നത്തില്ല. മഹാന്മാരായ സാലിഹീങ്ങളോ മഹത്തുക്കളോ ആണെങ്കിൽ അവരുടെ മയ്യിത്ത് അതേ ചുംബിക്കുന്നത് നല്ലതാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനും ഇന്നത്തെ കാലത്ത് അനുവദിച്ചു കൊടുത്താൽ ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് പിന്നെ ആ മയ്യത്തിന് കിടക്കാൻ തന്നെ കഴിയൂല. അതുകൊണ്ട് അതിനും അനുമതി കൊടുത്തുകൂടാത്തൊരു യുഗമാണിത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സാലിഹീങ്ങളെ മുഖത്ത് നോക്കുന്നതിന് ജീവിതകാലത്തും പുണ്യമുണ്ട്, മഹാന്മാരെ മുഖത്ത് നോക്കുന്നതിന് ജീവിതകാലത്തും പുണ്യമുണ്ട്. മഹാന്മാരായ ആളുകളെ മയ്യിത്ത്, ആ മയ്യിത്ത് ചുംബിക്കുന്നതിന് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ചുംബിച്ചതായി ഹദീസിലുണ്ട്. അതാണ് മഹാന്മാരെ മയ്യിത്ത് ചുംബിക്കാം എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനമാണ് തെളിവ് പറഞ്ഞത്. ഇതുപോലെ സ്വന്തം ബാപ്പയോ മകനോ ഭർത്താവോ ഭാര്യയോ അങ്ങനെ ബന്ധപ്പെട്ടവരാകുമ്പോ, അല്ലെ ഗുരുവോ ശിഷ്യനോ ആകുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു ഇസ്കുണ്ടല്ലോ, അതിൻ്റെ പേരിൽ വല്ലവരും കാണുകയോ നോക്കുകയോ ചുംബിക്കുകയോ ആണെങ്കിൽ അതിന് കുറ്റം പറയേണ്ടതില്ല. പക്ഷേ കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ മയ്യിത്ത് കാണിക്കണം, അങ്ങനെ ഒരു നിയമമില്ല. അതുകൊണ്ട് അത്തരത്തിൽ പെട്ടെന്ന് മറമാടേണ്ട മയ്യിത്തുകൾ കിടക്കുമ്പോൾ അതൊന്ന് കണ്ടേ പറ്റൂ എന്ന വാശി കൂട്ടേണ്ടതില്ല എന്ന് ഞാൻ മുസ്ലിം സമുദായത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മയ്യിത്ത് കൊണ്ടുപോയി കട്ടിലിൽ വെച്ച് എടുത്തു കൊണ്ടുപോവുകയാണ്. അതേ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ തല മുന്നിലാക്കിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. വിവരമില്ലാത്തവർ മതം പറയുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ കാസർഗോഡ് അതേ ഒരു പ്രസംഗം പള്ളിക്കരയിൽ വെച്ച് നടത്തിയപ്പോൾ ഞാനതിൽ ക്ലിപ്പിട്ട് കാണിക്കുന്നുണ്ട്. വിവരമുണ്ടെന്ന നിലക്കൊരാൾ മയ്യത്തിന്റെ പരിപാലനം പഠിപ്പിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിന് വിവരമില്ല. അദ്ദേഹം മയ്യത്തിന്റെ കഫൻ ചെയ്യുന്നത് തന്നെ അതിൻ്റെ രൂപം മാറ്റിയിട്ടാണ്. വിവരമുള്ളവർ പഴയ കാലത്ത് ജീവിച്ചു പോയ പണ്ഡിതന്മാരാണ്. അവരിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് കണ്ട് മനസ്സിലാക്കിയത് എന്താണോ അതേ നിലക്കാട് മയ്യത്ത് കഫൻ ചെയ്യേണ്ടത്. വലത് ഭാഗമാണ് ആദ്യം മറക്കേണ്ടത്, ഇടത് ഭാഗമാണ് പിന്നീട് മറക്കേണ്ടത്. നമ്മൾ സാധാരണ ജീവിതകാലത്ത് തുണി ഉടുക്കുമ്പോൾ വലത്തോട്ട് ആദ്യം ഉടുക്കുന്നു, അതുകൊണ്ട് അവസാനം ഇടത്തോട്ടേക്ക് തുണി വരുന്നു. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇടത്തോട്ട് തുണി ഉടുക്കുന്നു എന്ന് പറയുന്നത്. വലത് ഭാഗം ആദ്യം മറക്കുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് തുണിയുടെ അവസാനം വരിക. അതേപോലെ തന്നെയാണ് മയ്യിത്ത് കഫൻ ചെയ്യുമ്പോൾ അതാ വലത്തേ ഭാഗത്തേക്ക് ആദ്യം തുണിയിട്ട് പിന്നീട് വലത്തുനിന്ന് ഇടത്തോട്ട് തുണിയിട്ട് അങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കഫൻ ചെയ്ത മയ്യിത്ത് ആ മയ്യിത്ത് എടുത്തു കൊണ്ടുപോവുകയാണ്. അങ്ങനെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യിത്ത് കട്ടിലിൽ വെച്ച് ദുആ ചെയ്യുന്നതും അതിനു മുമ്പ് ദുആ ചെയ്യുന്നതും എല്ലാം ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ സമീപത്ത് വന്നപ്പോൾ അവിടെ വെച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ എന്ന് പറഞ്ഞ് മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്താണെന്ന് ഞാൻ ഓർക്കുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളെ മയ്യിത്ത് വെച്ച് സഹാബത്ത് കട്ടിലിൽ വെച്ച് പ്രാർത്ഥിച്ചത് ചരിത്രത്തിലുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ മയ്യിത്ത് കൊണ്ടുപോയി നിസ്കരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരുപാട് സഹാബത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അവിടെയൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ജമാഅത്ത് ഇമാമത്തിന്റെ നേതൃത്വത്തിൽ സഹാബത്ത് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സഹാബിയത്തായ വനിത, ഒരു പെണ്ണ് ആദ്യം തന്നെ ഒരു മയ്യിത്ത് നിസ്കരിച്ച ചരിത്രം ഹദീസിലില്ല. നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതൃത്വത്തിൽ മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടി മയ്യിത്ത് നിസ്കരിക്കലല്ലാതെ അതിനു മുമ്പ് പെണ്ണുങ്ങളൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിലില്ല. വിവരമില്ലാത്തവരുണ്ടാക്കുന്ന ബിദ്അത്തുകളിലേക്കൊന്നും മുസ്ലിം ഉമ്മത്ത് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. സ്വന്തം മക്കളുണ്ടായാലും ബാപ്പ ഉണ്ടായാലും ആരുണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. കാരണം അതിനേക്കാൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വേറെ ഒരാളില്ല, അതിനേക്കാൾ വിവരമുള്ള മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു മഹാൻ, അതുപോലെ തന്നെ കൂടുതൽ വിവരമുള്ളൊരു മഹാൻ ഉണ്ടെങ്കിൽ ആ മഹാനാണ് മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തേണ്ടത്. മക്കളല്ല, ബാപ്പയല്ല. അവകാശം ബാപ്പക്കാണ്, മക്കൾക്കാണ്. ആ അവകാശം അത്തരം മഹാന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ശാഫിഈ മദ്ഹബ് അല്ലാത്ത പല മദ്ഹബുകളിലും രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു മഹാനാണെങ്കിൽ ആ മഹാനായ ഭരണാധികാരി ാണ് ഈ മയ്യിത്തിന് ഇമാമത്ത് നിൽക്കേണ്ടതെന്ന് പല ഇമാമിങ്ങളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുലഫാഉർ റാഷിദീങ്ങളെ കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ ഇമാമത്ത് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ മക്കയിലും മദീനയിലും ഒക്കെ പോകാറില്ലേ? അവിടെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മകൻ ഇമാമത്ത് നിൽക്കട്ടെ എന്ന് അവിടുത്തെ പണ്ഡിതന്മാര് പറയാറുണ്ടോ? മറിച്ച് അവിടുത്തെ പള്ളിയിലെ ഇമാമല്ലേ നിസ്കരിക്കുന്നത്, ഇമാമായി നിസ്കരിക്കുന്നത്. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുണ്ടാകുമ്പോൾ മക്കളുണ്ടെങ്കിൽ തന്നെ, അതുപോലെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത്തരം മഹാന്മാരാണ് മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത്. അവകാശം മക്കൾക്കാണ്, അവകാശം കുടുംബത്തിനാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞതിനർത്ഥം അവർ ഇമാമത്ത് നിൽക്കണം എന്നല്ല. അവകാശം അവർക്കാണ്, അവകാശമുള്ളതൊക്കെ ചെയ്യണോ? അവകാശമുള്ളതൊക്കെ ചെയ്യണോ? ഇപ്പം ഇന്നലെ നമ്മൾ നാഷണൽ തിയേറ്ററിൽ പ്രസംഗം അവകാശം എനിക്കാ. കാരണം എന്തുകൊണ്ട്? ഞാൻ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി വന്നുകൊണ്ട് എനിക്കാണ് ഇന്ന് ഉസ്താദിന് അവിടെ പെർമിറ്റ് വാങ്ങിയിരുന്നു. പിന്നെ ഉസ്താദ് രണ്ടും കൂടി ഒരു ദിവസം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാക്കിയതാണ്. അവകാശം ഇന്നലെ എനിക്കാണ്. പക്ഷേ ആദ്യം പ്രസംഗിച്ചതാരാ? ഉസ്താദാ. അതാണ് അദബ്. അതുപോലെ എൻ്റെ വീട്ടിലെ കസേരമിലിരിക്കാൻ അവകാശം എനിക്കാ. എന്നാൽ അവിടെ ഒരു വലിയ പണ്ഡിതൻ വന്നാൽ ഇവിടെ ഇരിക്കാനുള്ള അവകാശം എനിക്ക്, അങ്ങളപ്പുറം ബെഞ്ചുമിലിരുന്നോളി എന്നാ പറയേണ്ടി? അല്ല, ആ കസേര അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടത്. പള്ളിയിൽ ഇമാമത്തിക്കാൻ അവകാശമായിരിക്കാം, പള്ളിയിലെ ഇമാമിനാണ്. പള്ളിയിൽ ഇമാമത്തിക്കാനുള്ള അവകാശം ഇമാമിനാണ്. ഒരു പള്ളിയിൽ ഒരു ഇമാമിനെ നിശ്ചയിച്ചാൽ അയാൾക്കാണ്. അപ്പോൾ ഞാൻ കുറ്റ്യാടി പള്ളിയിൽ ഇമാമാണെന്ന് വെക്കുക. ഞാൻ ഇമാമത്തിക്കാൻ നോക്കുമ്പോൾ കാന്തപുര ഉസ്താദ് കയറി ഒന്നുമില്ല, ഉള്ളാൾ നിങ്ങൾ കയറി വന്നു, ഇവിടെ നിസ്കരിക്കാൻ അവകാശം എനിക്കാണ്, നിങ്ങൾ ബേക്കിൽ നിന്നോളി എന്നാ പറയേണ്ടത്. ഇതേപോലെ അവനവൻ്റെ ബാപ്പയും ഉമ്മയും മരിച്ചാൽ അവകാശം മക്കൾക്കാണ്. പുതിയാപ്പിളക്ക് ഒരു അവകാശം ഇല്ല കേട്ടോ, അത് വേറെ വിഷയം. ചിലർക്ക് ഉദാഹരണം പുതിയാപ്പിളക്കും അല്ല അവകാശം, പുതിയാപ്പിളക്ക് ഒരു അവകാശമില്ല, സ്വത്തിനും അവകാശമില്ല, ഇമാമത്തിക്കാനും അവകാശമില്ല. പുതിയാപ്പിളക്ക് അങ്ങനെ ഒരു അവകാശം ഇല്ലാൻ കൊടുത്തില്ല. മറിച്ച് മകനവകാശമുണ്ട്, ബാപ്പക്ക് അവകാശമുണ്ട്. ആ അവകാശം അവരുപയോഗപ്പെടുത്താതെ അതപോടെ ഗുരുത്വത്തോടെ പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്, സയ്യിദന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. വിഷയത്തെക്കുറിച്ച് വേണ്ടതുപോലെ വിവരമില്ലാത്തവർ നടത്തുന്ന ഉപദേശങ്ങളാണ് മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നാഫിയായ ഇൽമിനെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അങ്ങനെ ഇമാമത്ത് നിന്ന് ഒരു നേതൃത്വത്തിൽ മയ്യിത്ത് നിസ്കാരം നടത്തി നമ്മളെ മയ്യിത്തും മുന്നിൽ കിടത്തിയിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മളെ മയ്യിത്തിന്റെ പേരിൽ ഒരു വലിയ സൽക്കർമ്മം നടക്കുകയാണ്. അത് മയ്യിത്ത് നിസ്കാരമാണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ട് തുടങ്ങുന്നു. ഈ മയ്യിത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ എന്ന് നിയ്യത്ത് ചെയ്ത് അങ്ങനെ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടൊരു തക്ബീർ ചൊല്ലുന്നു. ഈ തക്ബീർ ദിക്റാണ്.
അത് മയ്യിത്തിന്റെ പേരിലാണ്. മയ്യിത്ത് നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ മയ്യിത്തിന്റെ പേരിലാണ്. അങ്ങനെ തക്ബീർ ദിക്ർ നടക്കുന്നു. പിന്നീട് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. കാരണം സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ മാത്രം 7 ദിവസം ഞാൻ പ്രസംഗിച്ച CD കിട്ടുമ്പോൾ വാങ്ങിക്കേൾക്കണം. ഞാനതിൽ ഒരുപാട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. ആ ഫാത്തിഹയും മയ്യിത്തിന്റെ പേരിൽ ഓതുകയാണ്. ഈ നിസ്കാരം പൂർണ്ണമായി മയ്യിത്തിന്റെ പേരിലാണ്. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ ഓതുന്നു. എന്നിട്ട് അതിനുശേഷം വീണ്ടും തക്ബീർ ദിക്ർ ചൊല്ലുന്നു. വീണ്ടും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സലാത്ത് നിർവഹിക്കുന്നു. ആ സലാത്ത് കഴിഞ്ഞ് വീണ്ടും ദിക്ർ ചൊല്ലുന്നു. മയ്യിത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ, കാരുണ്യം ചെയ്യണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്നു. അതും കഴിഞ്ഞ് വീണ്ടും ദിക്ർ ചൊല്ലുന്നു. എന്നിട്ടാ മയ്യിത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം, മയ്യിത്തിന്റെ കൂടെ പോയതിൻ്റെ പ്രതിഫലം, മയ്യിത്തിനെ അനുഗമിച്ചതിൻ്റെ പ്രതിഫലം, മയ്യിത്ത് സംസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം, ആ മയ്യിത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയതിൽ നമുക്ക് സംഭവിച്ച മുസീബത്തിന്റെ പ്രതിഫലം നമുക്ക് തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു, അദ്ദേഹത്തിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തടയരുതേ അല്ലാഹ്. ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു, അദ്ദേഹത്തിന്റെ ശേഷം ഞങ്ങളെ ഈമാനിന് നീ കേടുവരുത്തരുതേ അല്ലാഹ്, ഞങ്ങളെ നീ പരീക്ഷണത്തിലാക്കരുതേ അല്ലാഹ്. അല്ലാഹ് വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് വീണ്ടും പ്രാർത്ഥന നടത്തി. നമ്മളതാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ആ ദുആയും കഴിയുമെങ്കിൽ ചെയ്ത് നമ്മൾ സലാം വീട്ടുന്നു. ആ മയ്യിത്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നേരെ കൊണ്ടുപോകുന്നത് ഖബറിലാണ്. ഇത് ഈ പാവപ്പെട്ട എനിക്ക് നടക്കാൻ പോകുന്ന സംഗതിയാണ്, നിങ്ങൾക്കും നടക്കാൻ പോകുന്ന കാര്യമാണ്. റബ്ബേ, നിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ചൊരിക്കുന്ന സമയം അതാക്കി തരണം അല്ലാഹ്. ഖബറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യൻ മരിക്കുന്ന സമയം, ആ സമയത്തുള്ള മരണത്തിനനുസരിച്ചാണ് ഈ യാത്രയിലെ സന്തോഷവും ദുഃഖവും കേട്ടോ. ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണമെന്ന് പറയുന്ന ചില മയ്യിത്തുകളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ മയ്യിത്ത് ഏതാണ്? അതേ ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിച്ച മയ്യിത്താണ്. അത്ര മയ്യിത്ത് മരിക്കുന്ന സമയത്ത് റബ്ബിന്റെ അടുക്കൽ നിന്ന് ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വകറാമതിഹി, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ടും അവന്റെ ആദരവ് കൊണ്ടുമുള്ള സന്തോഷ വാർത്ത കിട്ടുകയാണ്. സന്തോഷത്തോടെ മലക്കുകൾ സമീപിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുകളുണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധങ്ങളുണ്ട്. ആ പട്ടുകളും സുഗന്ധങ്ങളും കയ്യിൽ പിടിച്ചു വന്ന റഹ്മത്തിന്റെ മലക്കുകൾ സൗന്ദര്യത്തോടെ വന്നിട്ട് റൂഹിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുമ്പോൾ വെള്ളം ഒഴിഞ്ഞു വരുന്നത് പോലെ വളരെ ലോലമായൊരു പ്രയാസവും ഇല്ലാതെ അതാ റൂഹ് പുറത്തേക്ക് വരുമ്പോ മലക്കുകൾ സ്വീകരിക്കുകയാണ്. റബ്ബേ, എയർപോർട്ടിലെ സ്വീകരണത്തിന് നിലനിൽപ്പില്ല, ഒരു സമ്മേളനത്തിലെ സ്വീകരണത്തിനും നിലനിൽപ്പില്ല. ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് മലായികത്തിന്റെ സ്വീകരണം തരണേ അല്ലാഹ്. ആ സ്വീകരണം വലിയ സ്വീകരണമാണ്. ഓരോരുത്തരും അതാ മലക്കുകൾ ആ മഹാന്റെ റൂഹിനെ ആവശ്യപ്പെടുന്നു. വല്ലാത്ത സുഗന്ധമുള്ള റൂഹാണ്. ആ റൂഹിനെ മലക്കുകൾ പട്ടിൽ പൊതിയുന്നു, സുഗന്ധം പൂശുന്നു. ആ റൂഹിന് തന്നെ നല്ല സുഗന്ധമാണ്. അത് ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു. അവിടെയെല്ലാം മലക്കുകൾ അവരുടെ സമീപത്തുകൂടി ഈ റൂഹ് ഉയർന്നു കിട്ടാൻ പ്രാർത്ഥന നടത്തുന്നു. എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവർക്കും താല്പര്യമാണ്. ആ റൂഹ് മേൽപോട്ടേക്ക് ഉയർത്തപ്പെടുന്നു.
അവിടെ വലിയ റൂഹുകൾ മഹാന്മാരെ റൂഹിന്റെ സങ്കേതത്തിലെത്തുന്നു. അവർ അദ്ദേഹത്തിന് അല്പം വിശ്രമത്തിന് സമയം കൊടുക്കുന്നു. നാട്ടിലുള്ള ഓരോ വിവരങ്ങളും അവിടെ നേരത്തെ ചെന്നെത്തിയ ആത്മാക്കൾ ചോദിച്ചറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മുഅ്മിനീങ്ങൾ ആത്മാവിന്റെ സന്തോഷമാണ് സുഹൃത്തുക്കളെ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്, തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഈ റമളാൻ അതിന് നിമിത്തമാകുന്നതാക്കി തരണേ അല്ലാഹ്. അവന്റെ ശരീരമാണ് എന്നെ വേഗം കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഖദ്ദിമൂനി ഖദ്ദിമൂനി. ആ ശരീരം നേരെ ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറിലിറക്കി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി ഖബറിലേക്ക് വെക്കുകയാണ്. ചോദിക്കട്ടെ, നിന്റെ എയർ കണ്ടീഷൻ റൂം എവിടെ? നിന്റെ ആ പവറുള്ള കാർ എവിടെ? നിന്റെ ഉയർന്ന വസ്ത്രം എവിടെ? നിന്റെ കയ്യിലെ മോതിരം എവിടെ? എൻ്റെ കയ്യിലെ വാച്ചെവിടെ? അതൊക്കെ താൽക്കാലികമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഖബറിൽ കൊണ്ടുപോയി ഖിബിലക്ക് തിരിച്ചു കിടത്തുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഇതിന് പകരം ഈമാനില്ലാതെ മരിച്ചു പോകുന്നവൻ, അവന്റെ ആത്മാവിന് ദുർഗന്ധമാണ്. ശരീരത്തിന് പുറപ്പെടാൻ പറയുമ്പോ അതാ ശരീരത്തിന് ആത്മാവ് പുറപ്പെടുന്നില്ല. മലക്കുകൾ കരിമ്പടത്തിൽ കുടുങ്ങിയ മുള്ള് പിടിച്ച് പറിച്ചെടുക്കുന്നത് പോലെ അതാ പറിച്ചെടുക്കുന്നു അവന്റെ ആത്മാവ്. മലക്കുകൾ കാവല് ചോദിക്കുന്ന എന്തൊരു ദുർഗന്ധമാണിത്. പലരും കാവല് ചോദിക്കുന്നു, മേൽപോട്ടേക്ക് പ്രവേശനം കിട്ടിയില്ല, അതിനെ താഴോട്ടെറിയപ്പെടുന്നു, ജഹന്നമിന്റെ ചൂടനുഭവിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഇരിക്കട്ടെ, അവന്റെ ശരീരവും കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നു. മോമിനായ മനുഷ്യരോട് ചോദ്യം ചോദിക്കാൻ മലക്കുകൾ വരുന്നു. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നു. സന്തോഷത്തോടെ മലക്കുകൾ നീ സന്തോഷത്തോടെ വിശ്രമിച്ചോളൂ എന്ന് മറുപടി പറയുന്നു. ആ ഖബറിലതാ സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുന്നു. മൂമിനും മുത്തഖിയുമായ മനുഷ്യൻ ആ കവാടത്തിലേക്ക് നോക്കുമ്പോൾ വിശാലമായ സന്തോഷത്തിന്റെ ലോകം, ആ പരിമളം ആസ്വദിച്ചവൻ കിടക്കുകയാണ്. അവന്റെ സമീപത്തൊരാൾ വരുന്നു. കാണുമ്പോൾ എന്തൊരു സന്തോഷമുള്ള മുഖം, എന്തൊരു പുഞ്ചിരിയുള്ള മുഖം. ആരാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പോ നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു രൂപമാക്കി നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നിന്നെ സമാധാനിപ്പിക്കാൻ അയച്ചതാണെന്ന് മറുപടി കിട്ടുന്നു. അത് സൽക്കർമ്മികൾക്കാണേ ചെറുപ്പക്കാരെ, കള്ളുകുടിയന്മാർക്കല്ല, വ്യഭിചാരികൾക്കല്ല, നിസ്കാരം കളാക്കുന്നവർക്കല്ല, ബാപ്പ ഉമ്മാനെ അവഗണിച്ചവർക്കല്ല, ഭാര്യയെ പീഡിപ്പിച്ചവർക്കല്ല, അതേ ടെലിഫോണുകളിൽ അന്യപെണ്ണിന്റെ ചിത്രം, ആ ചിത്രം പിടിച്ചെടുത്ത് നോക്കി രസിച്ചവർക്കല്ല, പാതിരാ സമയത്ത് കിടന്നുറങ്ങുമ്പോ അന്യപെണ്ണുമായി ഫോണിൽ സംസാരിച്ചവർക്കല്ല, നെറ്റിൽ കയറിയിട്ട് ചീത്തകൾ കണ്ടവർക്കല്ല, തെറ്റുകളുമായി ബന്ധപ്പെട്ടവർക്കല്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞവർക്കല്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തിയവർക്കല്ല, പ്രായമുള്ളവരെ നിന്ദിച്ചവർക്കല്ല, കുട്ടികളെ അവഗണിച്ചവർക്കല്ല, ദീനിന്റെ പ്രവർത്തനങ്ങളെ അവഗണിച്ച് പരിഹസിച്ചവർക്കല്ല, ദീന് ഹഖ് ഹഖായി തുറന്നു പറയുന്ന പണ്ഡിതന്മാരെ ഗീബത്തും നമീമത്തും ഫിത്നയും വസാദും പറഞ്ഞ് നടന്നവർക്കല്ല. ഓ മനുഷ്യ, മരണമെന്ന ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അത് പ്രസംഗിക്കുന്ന എൻ്റെ മനസ്സിൽ ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ മഹാന്മാരെ കിതാബുകളിൽ പറഞ്ഞതിനെതിരെ ഒരു വാക്ക് പറയാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ വഴി ഏത് വഴിയിൽ നടക്കണമെന്ന് പറയുമ്പോ അത് ഹഖ് ഹഖായ നിലക്കല്ലാതെ പറയാൻ പാടില്ല. ജനങ്ങളെ കയ്യടി നോക്കി പ്രസംഗിക്കാൻ പറ്റില്ല, ജനങ്ങളുടെ കയ്യടി നോക്കിയിട്ട് പറയാൻ പറ്റില്ല. മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പറയണം, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച് ഭരിക്കണം. ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
എല്ലാം റബ്ബിനാണെന്ന് കളവ് പറഞ്ഞാൽ പോരാ. റബ്ബിന് വേണ്ടി തന്നെയാകണം ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം റബ്ബിന് വേണ്ടി തന്നെയാകണം. അവന് സന്തോഷമാണ് ഖബറിൽ, സന്തോഷിപ്പിക്കാൻ സൽക്കർമ്മങ്ങളാണ്. നേരെ മറിച്ച് മദ്യപിച്ച് ജീവിച്ചവനും അതേ വ്യഭിചരിച്ച് ജീവിച്ചവനും നിസ്കാരം കളാക്കിയവനും ഹറാമുകളിലേക്ക് ചാടി വീണവനും തെറ്റും ശരിയും നോക്കാതെ സമ്പാദിച്ചവനും പടച്ച റബ്ബേ മക്കളെ പോറ്റുമ്പോ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ നിർബന്ധമാണ്. പക്ഷേ മദ്രസ പഠിക്കണമെന്നൊരു ചിന്ത പോലുമില്ല. അങ്ങനെയല്ലേ ഇപ്പൊ പലരുടെയും അവസ്ഥ? ഞാൻ നോക്കി, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറഞ്ഞേക്കാണ് കുട്ടികളൊക്കെ. മദ്രസ പഠനം തീരെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് വലുതും. ഞാൻ ചോദിക്കുന്നു, ഈ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കണ്ടേ, നിസ്കാരം പഠിക്കണ്ടേ, ബാപ്പനെ പറ്റി പഠിക്കണ്ടേ, ബാപ്പ മരിച്ചാൽ തീരണമെന്ന് പഠിക്കണ്ടേ? ഞാൻ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട് സിറാജുലുദ്ദീൻ്റെ കീഴിൽ. വെറുതെ നടത്തുകയല്ല, മദ്രസ പഠനമില്ലാതെ നമ്മുടെ കുട്ടികൾ, മുസ്ലിം കുട്ടികൾ മുഴുവനും ഏതെല്ലാമോ സ്കൂളുകളിൽ പോയി ഇംഗ്ലീഷും പഠിച്ചു വരുന്നത്. അത് കണ്ട് വേദനിച്ചിട്ട് നടത്തുകയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തിയിട്ട് താടിയും തലയൊക്കെ നരച്ചോ തന്നെ. ഇത് ഞാൻ സാധാരണ പറയാറുണ്ട്. എന്തുകൊണ്ട്? വലിയ ബേജാറുള്ള സംഗതിയാണ്. രാവിലെ കുട്ടികൾ വരികയാണ്, നേഴ്സറി പഠിക്കുന്ന കുട്ടികൾ, 4 വയസ്സുള്ള കുട്ടികളടക്കം 8,000-10,000 കുട്ടികൾ ഇങ്ങനെ വരികയാണ് ബസ് കയറിയിട്ട്. ഏതെങ്കിലും ഒരു ബസ് ഒരു സ്ഥലത്ത് വരഞ്ഞു പോയാൽ ഒരു ഡ്രൈവർ കുട്ടീനെ ഇറക്കിയിട്ട് വേണ്ടതുപോലെ കൈപിടിച്ചിട്ടൊന്ന് അപ്പുറത്തേക്ക് ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു ക്ലീനർ ഏതെങ്കിലും ഒരു പെണ്ണിനോട് വേണ്ടാത്തെന്നൊക്കെ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അപ്പം വരും വിളി. ഒരു ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അപ്പം വരും വിളി. അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്താൻ നല്ല സന്തോഷമുള്ള കാര്യമൊന്നുമല്ല, വലിയ ബേജാറുള്ള സംഗതിയാണ്. 5 വയസ്സെൻ്റെ കാര്യമൊട്ടി നമുക്കില്ലാനും. എൻ്റെ കുട്ടിയും പഠിക്കുന്നുണ്ട്, എൻ്റെ ഫാത്തിമാൻ്റെ കുട്ടിയും പഠിക്കുന്നുണ്ട്, ആയിഷാൻ്റെ കുട്ടിയും. എല്ലാവരും കൊടുക്കും പോലെ ഫീസ് ഞാനും കൊടുക്കുന്നുണ്ട്, എല്ലാവരും അടക്കും പോലെ ഞാനും ഫീസ് അടക്കുന്നുണ്ട്. അതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. നമുക്കവിടെ പ്രത്യേകിച്ച് ഭൗതികമായ ഒരു കാര്യമില്ല. ഈ മുസ്ലിങ്ങളുടെ കുട്ടികൾ ഇൽമു പഠിക്കണം, അതേസമയത്ത് തന്നെ ഇംഗ്ലീഷും പഠിക്കണം. അൽഹംദുലില്ലാഹ് 5 സ്കൂളുകളിലാണ് ഇപ്പോൾ 10ാം ക്ലാസ് എത്തിയത്. ആ 10ാം ക്ലാസ്സിൽ എഴുതിയ പേരാമ്പ്രയിലും അതുപോലെ മേപ്പയ്യൂരിലും കുറ്റ്യാടിയിലും നാദാപുരത്തും പാറക്കടവും 5 സ്കൂളിലും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് എല്ലാ കുട്ടികളും ഡിസിഷൻ വാങ്ങിയിട്ടുണ്ട് CBSE സിലബസ് പ്രകാരം. അവരൊക്കെ 10ാം ക്ലാസ് മദ്രസയും പഠിച്ചിട്ടുണ്ട്. മദ്രസയിലും അൽഹംദുലില്ലാഹ് ഒരുപാട് റാങ്കുകൾ നമ്മുടെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ബർക്കത്ത് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ വെറും ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പോരാ, ദീനും പഠിക്കണം കുട്ടികൾ. ദീനീ ബോധവും കുട്ടികൾക്ക് ഉണ്ടാകണം. ആ ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. അത് രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കണം. അതേ സമയത്ത് യതീം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഡ്രസ്സും ബസ്സും ഒക്കെ ഫ്രീ യതീം കുട്ടികൾക്ക്. അതുകൊണ്ട് കുറേ കുട്ടികൾ യതീം കുട്ടികൾ 5 പൈസ കൊടുക്കാണ്ട് പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. നല്ല എല്ലാവരും പോലത്തെ മറ്റുള്ള കുട്ടികൾക്ക് പോലത്തെ ഷർട്ടും ധരിച്ച് അവരും ബസ് കയറിയിട്ട് വന്ന് പഠിച്ചു പോവാണ്. യതീം കുട്ടികൾക്ക് ഫ്രീ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖിദ്മത്തുകളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതിനെ സഹകരിക്കുന്ന ലോകം മുഴുക്കെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾ ദീന് പഠിക്കണം എന്നുള്ള ബോധം രക്ഷിതാക്കൾക്കുണ്ടാകണം. നമ്മളെ ഈ ജീവിത കാലകാലം ഉണ്ടാവില്ല. കുട്ടികളെ നല്ല നിലക്ക് പഠിപ്പിക്കണം. ഒന്നുകൂടി ഞാൻ പറയാണ്, ഇപ്പോൾ ഒരു പുതിയ സുന്നത്ത് തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് കൈ കൊടുപ്പിക്കുക ആണുങ്ങൾക്ക്. ഞാൻ ഇന്നാളൊരു ദിവസം പോയ സ്ഥലം പറയുന്നില്ല, പിന്നെ ചിലപ്പോൾ ആൾക്ക് വിഷമാവും. ഒരു സ്ഥലത്ത് പോയി, എൻ്റെ നാട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ഞാനൊരു സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് അങ്ങനെ കുറേ ആൾ വന്ന് കൈപിടിച്ച് സലാം പറഞ്ഞ് കൈപിടിച്ച്. പിന്നെ വരുന്നൊരു പെൺകുട്ടി ഒരു 10-17 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അസ്സലാമു അലൈക്കും പിന്നെ കൈ കിട്ടി. ഞാൻ ബേജാറായിപ്പോയി. ഇതെവിടുന്ന് വന്നതാ? ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു പുതിയ സംസ്കാരമാണ്. ചെറിയ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൈ കൊടുപ്പിക്കും. അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ ചെറിയ മക്കളായിരിക്കും. അപ്പോൾ അതിനെ കാണുന്നതിന് തോന്നുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതെപ്പാ നിർത്തേണ്ടതെന്ന് പറയൂല. ഈ കൈ കൊടുക്കൽ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് പറയൂല. കാരണം ബാപ്പാക്കും ഉമ്മാക്കും എപ്പോഴും മക്കൾ തന്നെയല്ലേ, 90 വയസ്സായാലും കുഞ്ഞൻ തന്നെയല്ലേ. അപ്പോൾ ഇത് വലുതായിട്ടുണ്ട് എന്നുള്ള ധാരണ ഈ ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് പണ്ട് തന്നെ തുടങ്ങണ്ടാന്ന് ഞാൻ പറയും. അങ്ങനെ പെൺകുട്ടികൾ കൊണ്ട് കൈ കൊടുപ്പിച്ച് കൊടുക്കുന്ന പരിപാടി തുടങ്ങണ്ട. കാരണം ഇത് നിർത്തും പറയൂല. പിന്നെ കാരണം ഇന്നലെ ഞാൻ കൊടുത്തില്ല, ഇന്നെന്താ കൊടുത്താലും വേണേൽ കുട്ടികൾ ന്യായം ചോദിക്കും. ഇപ്പോൾ കുട്ടികൾ ന്യായം ചോദിക്കുന്ന കാലമല്ലേ, ഇപ്പോൾ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് ന്യായം ചോദിക്കും. ഇന്നലെ ഞാൻ കൊടുത്തില്ല, പിന്നെ ഇന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി തുടങ്ങണ്ടാന്ന് ഞാൻ പറയും. ഇപ്പോൾ പുതിയ സുന്നത്തുകളാണല്ലോ. പെണ്ണുങ്ങൾ വരിക, സലാം ചെല്ലുക, കൈ തരിക. അങ്ങനത്തെ സുന്നത്തുകൾ പുതിയ സുന്നത്ത് തുടങ്ങുകയാണ്. അന്യപുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ സലാം പറഞ്ഞ് ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണം, ദീനനുസരിച്ച് നമ്മളെ മക്കളെ പറ്റണം. അതും പോയി ഇപ്പോൾ പുതിയ വേറൊരു സുന്നത്തുണ്ട്. എന്താണെന്നറിയോ? കല്യാണം കഴിക്കുന്ന വീട്ടിൽ പോയാൽ, ഞാൻ ഒരിക്കലും എനിക്ക് കോൺട്രാക്ടറായിട്ട് പണിയെടുക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പേർക്ക് കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ പോയി. അപ്പോൾ
വീട്ടിലൊന്നും പോകാതിരിക്കാൻ പറ്റുമോ? കല്യാണത്തിന് പോയി ക്ഷണിച്ച് അവിടുന്ന് എന്തോ കുടിച്ചില്ലെന്നൊക്കെ ഓർമ്മയില്ല, സുന്നത്ത് നോമ്പിൻ്റെ സാധനം കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലാത്ത സാധനം ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും. അവിടുന്ന് കഴിച്ച് ചായ കുടിച്ച് എനിക്ക് തോന്നുന്നത് എന്തോ കഴിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അങ്ങ് ഇറങ്ങുമ്പോൾ അല്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണണ്ടേന്ന് ചോദിച്ചതിനോട്. അപ്പോൾ അവർക്ക് അത് ആയതാണല്ലോ, നമുക്കത് പറ്റുമോ? പക്ഷെ ഇപ്പം അത് മുസ്ലിമീങ്ങൾ തുടങ്ങിയിരിക്കുന്നത്, മുസ്ലിമീങ്ങളും ഈ പെൺകുട്ടീനെ കാണിച്ചു കൊടുക്കുന്ന ഏർപ്പാട് തുടങ്ങിയിരിക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് പെട്ടെന്ന് രോഗമാണ്, ചെറിയൊരു മാനസികമായ അസ്വസ്ഥത. അപ്പോൾ അവിടെയുള്ള ആ കുടുംബത്തിലൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനൊരു സ്വർണ്ണത്തിൻ്റെ മോതിരം കൊണ്ടുവന്ന്, മോതിരോ എന്തോ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു ആഭരണം കൊണ്ടുവന്നിട്ടായിട്ട് കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ കല്യാണം മറ്റന്നാളാണ്, കുട്ടിക്കൊരു ചെറിയ മാനസിക അസ്വസ്ഥത, രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് സിറാജുലേക്ക് പൊന്ന് തന്ന്. എനിക്ക് വല്ലാതെ സങ്കടമായിപ്പോയി. അൽഹംദുലില്ലാഹ് ഇതായിരുന്നു. അങ്ങനെ പിറ്റേന്ന് എന്നോട് വന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല, എല്ലാം മാറിപ്പോയിരിക്കുന്നത്. പുതിയാപ്പനോട് ഇവരൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നു, പുതിയാപ്പൻ വന്ന് നോക്കിയിരിക്കുന്ന ഒരു കുഴപ്പമില്ല, കല്യാണം മര്യാദയ്ക്ക് നടക്കും, കല്യാണത്തിന് പറഞ്ഞു. ഞാൻ കല്യാണത്തിന് പോയി അവിടെ ഇതായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോരാൻ നോക്കുമ്പോൾ എന്നോട് ചോദിച്ച് എല്ലാ കുട്ടിയൊന്ന് കാണണ്ടേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സംഗതി ഒരാത്മീയ ബഹുമാനം കാണിച്ചതാണ്. കാരണം വലിയ നേർച്ചക്ക് വലിയ പരം കിട്ടി ദ്വാരന്നിട്ട് പരം കിട്ടികളുണ്ട്. പക്ഷേ ആത്മീയ ബഹുമാനം കാണിച്ചത് ഹറാം ചെയ്യാൻ പറ്റുമോ? പെണ്ണുങ്ങൾ നോക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞ് ഞാനും ഒരു ചെയ്ത് അല്ലാഹു തആല ആ കുട്ടിക്കും ഖൈറിയട്ടെ, കുടുംബത്തിനുള്ള ഖൈറിയട്ടെ. അപ്പൊ വിവരക്കേടുകൾ ഇങ്ങനെ വളരുകയാണ് സമുദായത്തിൽ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കുന്ന ഏർപ്പാട് വേണ്ട. ഇതുപോലെ പണ്ഡിതന്മാർ പലരും പുറക്ക് വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ, വേദ പറയാൻ പോയാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അല്പം ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി നല്ല ഭക്ഷണമൊക്കെ തരും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിലർ എന്നോട് തന്നെ ചോദിച്ചാൽ എനിക്ക് അനുഭവം ഉണ്ടാ പറയുന്നത്, ഇതാ എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളെ കാണണം, നിങ്ങൾക്ക് ഭാര്യനെ കാണണ്ടേ എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഭാര്യമാർ നബി തങ്ങളെ സമീപത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. നബി തങ്ങൾ പറഞ്ഞു ഹിത്തജിബാ മിന്നു, 2 ഉള്ളിൽ പോയി മറഞ്ഞു നിന്നോ. നബി തങ്ങളെ ഭാര്യമാരോടാ പറയുന്ന ഒരു ദുർദ്ദേശവുമില്ലാത്ത ഏറ്റവും വലിയ മഹതികളല്ലേ അത്. നബി തങ്ങളുടെ സമീപത്ത് നിന്ന് പറയും ഉള്ളിൽ പോയി മറഞ്ഞു നിന്നോ. അവര് ചോദിക്കുന്ന നബിയെ, ആ വരുന്ന കണ്ണിന് കാഴ്ചയില്ലല്ലോ, അയാളെ ഞങ്ങളെ കാണൂലല്ലോ. അപ്പോഴാ മറുപടി അഫഅമ്യാബാനി അന്തുമാ, നിങ്ങൾക്ക് 2 കണ്ണിന് കാഴ്ചയില്ലേ, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് കാണൂലേ, പൊയ്ക്കോ ഉള്ളിലേക്ക്. ഇത് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളാണ് നമ്മളെന്ന ബോധം വേണം. വിവരക്കേട് കൊണ്ട് മതമുണ്ടാക്കരുത്, വിവരക്കേട് കൊണ്ട് ആത്മീയത ഉണ്ടാക്കരുത്. ആത്മീയതയുടെ പേരിൽ വിവരക്കേട് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു മൊയ്‌ദീൻ ശൈഖിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് പറയരുത്, നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഏതാളാ നിങ്ങളത് പറഞ്ഞ് പറ്റിച്ചത്? ആത്മീയതയുടെ പേരിൽ ശുദ്ധമായ കളവ് പറഞ്ഞ് പറ്റിക്കുന്ന ആത്മീയ ചൂഷണം നടത്തുന്നവരുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അൽ മുതസവ്വിഫത്തുൽ ജാഹിലീൻ, വിവരമില്ലാത്ത ചില സൂഫി ചിന്താഗതിക്കാരുണ്ട്. ആ വിവരമില്ലാത്ത സൂഫി ചിന്താഗതിക്കാർ ജനങ്ങൾ സന്മാർഗ